ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കൂർക്ക നടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചക്കമടൽ കമ്പോസ്റ്റാണ്. ബക്കറ്റ് നിറയെ ചക്കമടൽ കുത്തി അമർത്തി ചകിരിച്ചോറും ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതാ 2 മാസം കൊണ്ട് ഇത് അങ്ങനെയായിട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെണ്ണീർ ഇടുന്നുണ്ട്. നമ്മൾ അടുപ്പിൽ നിന്ന് വാരി വെച്ച വെണ്ണീരാണ്. അപ്പം നനഞ്ഞിട്ടുണ്ട്. അപ്പം അതും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് അതിലാണ് ഞാൻ കൂർക്ക നടാൻ പോകണം കേട്ടോ. നല്ലൊരു വളാട്ടോ ചക്ക മടൽ കമ്പോസ്റ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തോ ഒഴിഞ്ഞ ചട്ടി വെറുതെ കിടക്കുന്നതാണ് അവിടെ. അപ്പം ഞാൻ ആ മണ്ണ് ഉറച്ചിട്ടുണ്ട് അതിൽ. ഇനിയിപ്പോൾ ഈ മണ്ണ് മാറ്റണമൊന്നുമില്ല, അതന്നെ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അതിൽ തന്നെയാണ് ഞാൻ കൂർക്ക നടാൻ പോണേ. അപ്പോൾ ആ മണ്ണിൻ്റെ മേലെ കുറച്ച് ഈ കമ്പോസ്റ്റും വെണ്ണീറും പാടെ മിക്സ് ചെയ്തത് നമുക്ക് ഇതിൽ ഇട്ടുകൊടുക്കട്ടോ. ഇതിലാണ് ഞാൻ നടുന്നത്. ചക്കമടൽ ഉണ്ടാവും എല്ലാവരുടെ അടുത്തും. ഇപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് ചകിരിച്ചോറോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട് ഒരു 2 മാസം വെച്ചാൽ മതി. നല്ല സൂപ്പർ വളമായി കിട്ടും കേട്ടോ ചക്കമടൽ. നമ്മളെ പച്ചക്കറി വേസ്റ്റ് ആവണതിനെക്കാട്ടും പെട്ടെന്ന് ആവണുണ്ട് ചക്കമടൽ. പിന്നെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഇടുന്നുണ്ട്. മണ്ണ് ഞാൻ താഴത്തുനിന്ന് കൊടുന്ന് വെച്ചതാണ് ബക്കറ്റിൽ. മഴ കൊണ്ട് ഒരു വെള്ളമായി. ഇനി വാർന്ന് പൊയ്ക്കോളും. നല്ല മഴയാണ് കേട്ടോ അവിടെ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ മണ്ണും ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം പാടെ മിക്സ് ചെയ്തതാണ്. വിത്ത് നടാൻ വേണ്ടി മിക്സാക്കി വെച്ചത് ബാക്കിയുള്ളതാണ്. അതതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. കൂർക്കൻ്റെ തല ഇതാണ് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ പൊട്ടിച്ചെടുക്കുന്നത്. നമ്മൾ കൂർക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, നന്നാക്കിയതിൻ്റെ വേസ്റ്റ്, അത് ഇവിടെ ചോട്ടിൽ കൊടുന്നിടുന്നതാണ്. ചെറിയ കൂർക്ക ഒക്കെ ഉണ്ടാവും അതിൽ, അത് മുളച്ചതാണ്. ഇനിയുണ്ട് കേട്ടോ, കുറേ ചട്ടിയിലുണ്ട് ഇങ്ങനെ തല ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നല്ല തല നോക്കിയിട്ടതാ കുറച്ച് നുള്ളിയിട്ടുണ്ട് കേട്ടോ. അടുത്ത മാസമാണ് കേട്ടോ കൂർക്ക ശരിക്കും നടേണ്ട മാസം. ഞാനിപ്പോഴേ നട്ട് നോക്കുകയാണ്. 1 മാസം മുന്നേ നട്ട് നോക്കട്ടെ. നല്ല തല കണ്ടപ്പോഴേ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് വെച്ച് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഞാൻ തല നുള്ളി കൊടുക്കുന്നത് കുറച്ചധികമായി കേട്ടോ. അപ്പം ഇനി വേറെ ചട്ടി ശരിയാക്കിയിട്ട് വേണ്ടേ. അപ്പം ഞാൻ ഈ ചട്ടിയിൽ തന്നെ നട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഇതിൽ നിന്ന് പറിച്ച് മാറ്റിയിട്ട് വേറെ ചട്ടിയിലേക്ക് നട്ട് കൊടുക്കുക നാളെ. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ചട്ടി നടുന്നുള്ളൂ. ഇത്രയും തലയൊന്നും ഒരു ചട്ടിയിൽ വേണ്ട. 4 തല വെച്ചിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ.